NDAയിൽ നിന്ന് NBA വന്നപ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രെഡിങ്ങിന്റെ കാര്യത്തിലായിരുന്നു. നേരത്തെ സ്റ്റുഡൻസ് എല്ലാം ചെറുതായിട്ട് എക്സ്ട്രാസ് മാത്രം എടുത്ത ശേഷം പിന്നീട് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ത്രെഡിങ്ങിനെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ത്രെഡിങ്ങിൽ നമുക്ക് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് മസ്റ്റായിട്ടും ത്രെഡിങ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എക്സാം എഴുതുന്ന ലെവലിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതിപ്പിക്കുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയറിന്റെ കാര്യത്തിലെടുത്താണെങ്കിലും എക്സാം ലിസ്റ്റിലോട്ട് ബ്ലോ ഡ്രൈ വന്നതിന് ശേഷം സ്റ്റുഡൻസ് അധികമായിട്ട് എഫോർട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഹാൻഡ് ഓൺ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിലും അത്രയും എഫോർട്ട് ഇട്ട് അവർ മുന്നോട്ട് വരാറില്ലായിരുന്നു. വർക്കിങ്ങിന് കയറിയതിനു ശേഷമാണ് കൂടുതലായിട്ട് ബ്ലോ ഡ്രൈ കുറച്ച് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, എക്സാമിനൊക്കെ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകുന്നത് തന്നെ സ്റ്റുഡൻസ് നന്നായിട്ട് എഫോർട്ട് ഇടുകയും നന്നായിട്ട് ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. മേക്കപ്പിന്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. അപ്പം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സാമിലോട്ട് വരണമെങ്കിൽ അവർ ഹെയർ സ്റ്റൈൽ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബാക്ക് കോമ്പിങ് അതവർ എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുന്നു. ഇപ്പം ഓരോ സ്റ്റുഡൻസും ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ചെയ്ത് ലൈവ് ഹെയറിലോട്ട് വന്നത് പ്രാക്ടീസ് ചെയ്ത് അവർ ബാക്ക് കോമ്പിങ് അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലുകൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആയിരുന്നാൽ പോലും അത് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സലൂൺ ടെക്നിക്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് സ്കിന്നിലും ഹെയറിലും എങ്ങനെ നമുക്കത് പ്രാക്ടിക്കൽ ടൈമിംഗ് അനുസരിച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇപ്പം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് കുറച്ചും കൂടി സ്റ്റുഡൻസിന് ക്ലിയർ ആവുന്നുണ്ട്, എത്ര ടൈമിനുള്ളിൽ എത്ര കാര്യങ്ങൾ തീർക്കണമെന്നുള്ളതൊക്കെ. എങ്ങനെയാണ് ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഹെയറിന്റെ സർവീസ് ആണെങ്കിലും സ്കിന്നിന്റെ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ട് ക്ലയന്റിനെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പഠിച്ചു പോകുന്നുണ്ട്. മേക്കപ്പിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ ഓരോ അപ്ഡേഷൻസ് വരുന്നുണ്ട്, പുതിയ പുതിയ പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ടെക്നിക്സും കാര്യങ്ങളും സ്റ്റുഡൻസിന് അവരത് പ്രാക്ടീസ് ചെയ്ത് അതും നമ്മൾ മുമ്പുണ്ടായിരുന്ന ഒരു പ്രാക്ടീസും തമ്മിലുള്ള ഡിഫറൻസ് അവർക്ക് തന്നെ ആ ഒരു പ്രാക്ടിക്കൽസ് ചെയ്ത് ഡിഫറൻസ് അറിയാനും. അതുപോലെ തന്നെ ബാച്ചിൽ ലീവ് എടുത്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് നമ്മളൊരു ബാച്ച് ടൈം ഇട്ടിട്ട് അവരുടെ ക്ലാസ് ഒക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. നോർമലി ലീവ് എടുക്കുന്ന സ്റ്റുഡൻസിനെ ആ ബാച്ചിൽ തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഇൻഡിവിജ്വൽ ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു ടൈം അവർക്ക് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്.